അവിടെ ഒരു സ്കൂൾ കണ്ടിരുന്നു. ആ സ്കൂളിലേക്ക് വലിയ രീതിയിൽ രാവിലെ വെള്ളം നിറഞ്ഞ് ക്ലാസ് മുറികളും മറ്റൊക്കെ മോശമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി. മീനച്ചിൽ ഇപ്പോൾ നിലവിൽ ശാന്തമാണ്. ഇവിടെ മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട്. ശ്രീ വി എൻ വാസവനുണ്ട്, ഇവിടെ മുൻ മന്ത്രി കൂടിയാണ്. വാസവൻ ചേട്ടാ, അത് മൊത്തത്തിൽ ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. നിശ്ചയമായും ഇപ്പോൾ കണ്ടിടത്തോളം പൂഞ്ഞാറിലുണ്ടായ വീട് തകർന്നതും രണ്ടുപേരുടെ ദാരുണമായ അന്ത്യമുണ്ടായതും നമ്മൾ കണ്ടു. വേദനാജനകമാണ് ആ സംഭവം. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട ടൗണിൽ ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായി. കടകളിൽ മുഴുവൻ വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ പട്ടണത്തിലുണ്ടായിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ പാലം മുഴുവൻ മൂടിപ്പോയിരുന്നു. ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങൾ വന്നതെല്ലാം മൂടിയിരുന്നു. ഇവിടുത്തെ ടീം എമർജൻസിയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. കാരണം മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഫോൺ എടുത്തില്ല. അപ്പോൾ ഇവർ തന്നെ ഏതായിരുന്നാലും സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് നാട്ടുകാരും കൂടെ കൂടിയപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കടകളെല്ലാം ഇനിയും തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായത്. ഇപ്പോൾ അരിക്കടകളിലെ അരിയുടെ മുഴുവൻ നനഞ്ഞിരിക്കുന്നു, പലവ്യഞ്ജനത്തിൻ്റെ മുഴുവൻ നനഞ്ഞു പോയിരിക്കുന്നു, സ്റ്റേഷനറി കടകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു, ഫർണിച്ചർ കടകൾ കയറിയിരിക്കുന്നു. ഞങ്ങൾ ഓരോ റൗണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ട് ഈ വ്യാപാരികൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കാനും അതോടൊപ്പം തന്നെ മരണമടഞ്ഞവരുടെ വീട്ടുകാർക്ക് ആശ്രിതർക്ക് ആവശ്യമായ ധനസഹായം ചെയ്യാനും ഗവൺമെൻറ് തയ്യാറാവണം എന്നതാണ്. എന്തായാലും കച്ചവടക്കാർക്ക് നാശനഷ്ടം അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിനൊരു ജോഗ്രഫി മനസ്സിലാക്കി വരുമ്പോൾ ദിവ്യ, നമുക്കറിയാം പോലെ പൂഞ്ഞാർ ആ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ രീതിയിൽ കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് ഈ അടിഞ്ഞുകൂടിയ ചെളിയൊക്കെ നീക്കം ചെയ്യുന്ന തിരക്കിട്ട ജോലിയിലാണ്. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.